ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്ഥിരം ചെയ്യുന്ന ക്വില്ലിംഗ് ആർട്ട് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന നെയിം അനന്യയാണ്. ഈ അനന്യ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബറാണ്. അപ്പോൾ കുറേ നാളായിട്ട് എന്നോട് പറയാണ് എൻ്റെ പേരിലൊരു ക്വില്ലിംഗ് ആർട്ട് ചെയ്യുമോ ചേച്ചി എന്നുള്ളത്. ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും ആളുടെ കമൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാൻ അനന്യക്കുട്ടിക്കുള്ളതാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പേരൊക്കെ സെറ്റാക്കി എഴുതിയൊക്കെ വച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എഴുതിയത് ഇത്തിരി കട്ടി കൂടുതലാണെങ്കിൽ, പെൻസിലിന് കുറച്ച് കട്ടി കൂടുതലാണെങ്കിൽ ഒന്ന് റബ്ബ് ചെയ്ത് കളയണം. കാരണം നമുക്ക് കാണാനുള്ള ആ ഒരു റെഫറൻസ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ ഞാൻ ഈ ഒരു വർക്കിൽ ബോർഡർ കൊടുക്കുന്നില്ല, ഡയറക്റ്റ് ക്വില്ലിംഗ് ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുവരെ നമ്മൾ ചെയ്തതൊക്കെ ബോർഡർ കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ പുറത്ത് അതിൻ്റെ ബോർഡറിൻ്റെ പുറത്തായിട്ടാണ് ക്വില്ലിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതങ്ങനെയല്ല, ബോർഡർ കൊടുക്കുന്നില്ല, ഡയറക്റ്റ് നമ്മൾ എഴുതിയ അതിൻ്റെ ഉള്ളിലായിട്ട് ക്വില്ലിംഗ് ഡിസൈൻസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇതുപോലെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കൊടുക്കാനുള്ള ആ ഒരു ഡിസൈനൊക്കെ നമ്മൾ മുന്നേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം നമുക്ക് ആ നെയിം കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ നമുക്ക് വേണ്ട ഡിസൈൻ ആദ്യം തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പാണ് കൂടുതലായിട്ടും വേണ്ടത്. പിന്നെ വേണ്ടത് നമ്മൾ രണ്ടറ്റത്തും ഇങ്ങനെ റൗണ്ടായിട്ട് തിരിച്ച് വെക്കുന്ന അതാണ്. അത് നമുക്ക് അറ്റ് എ ടൈം തന്നെ ചെയ്യാൻ പറ്റും. ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലീഫിൻ്റെത് കുറച്ച് നമ്മളൊരു കളർ കോമ്പിനേഷൻ ഏതാ വേണ്ടതെന്ന് അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ വർക്കിലോട്ട് കടന്നാൽ മതി. അപ്പം ഞാനിങ്ങനെ ഗമ്മ അതിൻ്റെ മുകളിൽ തന്നെ തേച്ച് കൊടുത്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഗമ്മ വേറെ തന്നെ എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് അതിനകത്തോട്ട് പ്രസ് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ഞാൻ ആ ഒരു നമ്മൾ ചെയ്ത റഫ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഡിസൈന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഏത് ഡിസൈനാണ് അതിന് മാച്ച് ആവുന്നതെന്ന് കൂടെ നോക്കിയിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയാണ് വെച്ച് കൊടുത്തത്. വേറെ രീതിയിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഒരു 2-3 കളർ കോമ്പിനേഷൻ നോക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാ ലെറ്റേഴ്സിനും ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. എങ്കിലാണ് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മൾ ബോർഡർ കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ബോർഡർ കൊടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും നമുക്ക് പിന്നെ ചെയ്യാനുള്ള വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടാവില്ല. കാരണം നമുക്ക് അപ്പോഴത്തേക്കും മടി പിടിക്കും. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്കങ്ങനെയാണ്. സാധാരണ ബോർഡർ വെച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് ചെയ്യാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല. അപ്പം ഞാൻ ബോർഡർ ഒരു ദിവസവും ഡിസൈനിങ് വേറൊരു ദിവസമായിട്ടാണ് ചെയ്യാറ്. കാരണം നമുക്ക് അപ്പോഴത്തേക്കും നമുക്കൊരു മടുപ്പ് വരും. അപ്പോൾ ഇതിപ്പോൾ ബോർഡർ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഡയറക്റ്റ് ക്വില്ലിംഗ് ചെയ്താൽ മതിയല്ലോ. സാധാരണ ബോർഡറൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും എനിക്ക് എന്തായാലും 5-6 മണിക്കൂർ പിടിക്കും. ഇതാവുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂർ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ആ ഒരു ക്വില്ലിംഗ് പേപ്പർ സെറ്റ് ചെയ്യേണ്ട, ഡിസൈൻ സെറ്റ് ചെയ്യേണ്ട ഒരു ടൈം മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊന്നും എടുത്തിട്ടില്ല. ബോർഡർ ചെയ്യുമ്പോഴാണെങ്കിൽ ബോർഡർ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു പേപ്പർ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുന്ന ആ നെയിം നമ്മൾ കാണുന്ന വിധത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം ഡിസൈൻ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യണം. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെയില്ല, നമുക്ക് ജസ്റ്റ് ആ ലെറ്റർ ഡയറക്റ്റ് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് വലിയ പാടില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഡിസൈൻ കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അതായത് ഈ ഒരു പേരൊരു ബോക്സിൻ്റെ ഉള്ളിലാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ചുകൂടി ഡിസൈനും കൂടെ കൊടുത്തിട്ട് ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഫ്രെയിം ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഒരു വർക്ക് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് ഇഷ്ടമായോ ഇല്ല എന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒരുപാട് ക്വില്ലിംഗ് ആർട്ട് മറ്റുള്ള കുട്ടി ക്രാഫ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കിയിട്ട് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാനോ. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.